ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക നായകനായിട്ട് വരുന്ന ബസൂക്ക ടീനോട്ടനി സംവിധാനം ചെയ്യുന്ന ചിത്രം. സരിഗമപ്പയൊക്കെയാണ് എൻ്റെ പ്രൊഡക്ഷൻ, എന്തിലാവട്ടെ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏപ്രിൽ 10 തീയതിയാണ് റിലീസ് ആവുന്നത്. ഇനി ജസ്റ്റ് 7 ദിവസം കൂടി ഉള്ളൂ. പ്ലസ് ഇതിന്റെ കൂടെ തന്നെ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ആലപ്പുഴ ജിങ്കാന 10 തീയതിയാണ്, ഏപ്രിൽ 10 തീയതി തന്നെയാണ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. പ്ലസ് ഗുഡ് ബാഡ് അഗ്ലി അജിത് കുമാർ നായകനായിട്ട് വരുന്ന തമിഴ് ചിത്രം. വളരെ പ്രതീക്ഷയോടെ ആൾക്കാർ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്, അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. ട്രെയിലറൊക്കെ ഗംഭീരമായിരുന്നു. അപ്പൊ ഈ 3 സിനിമയും ഒരുമിച്ചാണ് റിലീസിന് എത്തുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്ക ചിത്രമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ബസൂക്കയ്ക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. സിനിമയുടെ ബുക്കിംഗ് ഓപ്പൺസ് നൗ ഇൻ UAE. UAEയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ തന്നിട്ടുണ്ട്. പോസ്റ്റർ ഓഫ് കോഴ്സ് എല്ലാ തവണത്തെയും പോലെ ജസ്റ്റ് മമ്മൂക്ക, ആൻഡ് ദാറ്റ്സ് ഇനഫ്. അത് മതി മമ്മൂക്ക. അടുത്തത് ദിവ്യ പിള്ളൈ ആസ് ആനി ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ട് ആനി ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പേരാണല്ലോ അല്ലേ ഇതില്, മമ്മൂക്കേന്റെ. അപ്പൊ മമ്മൂക്കയുടെ വൈഫായിട്ടായിരിക്കാം ആനി ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ട് 7 days കൊടുത്തിട്ടുണ്ട്. അറീവിങ് ഇൻ 7 days എന്ന് കൊടുത്തു. ഏതൊരു ഓഫീസിൽ ഇരിക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ടീച്ചർ പോലെ എന്തെങ്കിലാണോ അറിയില്ല, എന്തെങ്കിലും ഓഫീസിൽ ഇരിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മാനേജറോ MD പോലെ എന്തെങ്കിലുമൊക്കെ. ഇതിലും ആനി ബെഞ്ചമിൻ പുള്ളിക്കാരിയാണ് വരുന്നത്. ദിവ്യ പിള്ള എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു നായികയാണ്, നല്ല നായികയാണ്. എന്താ പറയുക, അർഹിക്കുന്ന അത്രയും രീതിയിലുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു നായികയാണ് ഈ ദിവ്യ പിള്ള. സോ അവരുടെ കാസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും അടുത്ത കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ഇവർ പുറത്തു വിടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പറയാനുള്ളത് തലപതി വിജയ്, ജനനായകം എന്ന് പറയുന്ന സിനിമ, അദ്ദേഹത്തിന്റെ തലപതി 69 അവസാനത്തെ ചിത്രമായിരിക്കും എല്ലാവരും പറയുന്നത്. ആൻഡ് അദ്ദേഹം സിനിമ നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടും. പിന്നെ തമിഴ്നാട്ടിലെ പല മീഡിയയിലും പറഞ്ഞിട്ടുള്ള, സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിച്ചിട്ടുള്ള 71 സംഭവിക്കും എന്ന രീതിയിലേക്ക് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മധ്യപ്രദേശോട് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ശേഷം തിയേറ്ററിലെത്തിയ വിജയ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ ഇയർ ടോപ്പർ ആയിരുന്നു. പടം പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ കേരളത്തിൽ അത് റണ്ണായിട്ടില്ല, പൊട്ടി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കളക്ഷന്റെ കാര്യത്തിൽ അറിയാലോ, വിജയാണ്. പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ കളക്ഷൻ വരും. അത് അദ്ദേഹത്തിന്റെ ഫാനിന്റെ പവർ തന്നെയാണ്. വിനോദ് സംവിധാനം ചെയ്യുന്ന നായകൻ വിജയുടെ ഫെയർവെൽ ചിത്രമാകുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. എന്നാൽ ജനനായകന് ശേഷം ഒരു സിനിമ കൂടി വിജയ് കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. വിജയുടെ കരിയറിൽ ഏറ്റവും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ലിയോയുടെ 2ാം ഭാഗം ഉണ്ടാക്കുമെന്നാണ് പുതിയ റൂമറുകൾ. ലോകേഷ് കനകരാജ് വിജയ് കൂട്ടത്തിൽ പുറത്തിറങ്ങിയ ലിയോ ഇൻഡസ്ട്രിയിൽ ഹിറ്റായി മാറിയിരുന്നു. ലോകേഷിന്റെ നിലവിലുള്ള പ്രൊജക്ടുകളായ കൂലി, കൈദി 2 എന്നിവർക്ക് ശേഷം ലിയോ 2ന്റെ വർക്കുകൾ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. 2026 ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും 2027 പൊങ്കലിന് ചിത്രം തിയേറ്ററിൽ എത്തുമെന്നുമാണ് റൂമറുകൾ. ഇങ്ങനെയാണ് സംഭവം. എന്നാൽ ഇലക്ഷൻ നടക്കുന്ന സമയമായതിനാൽ വിജയ് ഇനി സിനിമകളൊന്നും ചെയ്യാൻ സാധ്യതയില്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ലിയോയുടെ നിർമ്മാതാക്കളായ 7 സ്ക്രീൻ സ്റ്റുഡിയോസ് ലോകേഷുമായി ഒരിക്കൽ കൂടി കൈകോർക്കുമെന്ന പോസ്റ്റിന് പിന്നാലെയാണ് ലിയോ 2വിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സെല്ലുലോയിഡ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് എക്സിൽ അവർ പങ്കുവച്ചിട്ടുള്ള വാർത്ത ഇതാണ്. തലപതി 70 is on. After finishing Coolie and Kaidi 2, Logesh Kanagaraj to reunite with Vijay once again. According to sources, it will be Leo 2 and team is targeting Pongal 2027 release. Vijay will act on the movie in the gap he gets while ruling TN as our CM. CM ആയിട്ട് വിജയ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിലായിരിക്കും പുള്ളി ഈ സിനിമയിൽ അഭിനയിക്കുന്ന പറഞ്ഞുള്ളത്. CM ആകും എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, അതൊക്കെ കണ്ടറിയേണ്ടതാണ്. ഫ്യൂച്ചറാണ്, ആകട്ടെ നല്ലത്, നമുക്കറിയില്ല. അതുകൊണ്ട് അതിന്റെ ഇടയിൽ അഭിനയിക്കില്ലെങ്കിൽ ഇവര് ഇപ്പോഴത്തെ ഒരു ആവേശം കൊണ്ട് തള്ളിവിട്ടതാണ്. ലിയോ 2 എന്ന് പറയുന്നത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന രീതിയിൽ കുറെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇതല്ലാതെ അറിയാൻ സാധിച്ചത് ലിയോ 2 അല്ല, അതൊരു സ്റ്റാൻഡ് അലോൺ മൂവി, അത് ചെയ്യുന്നത് ലോകേഷ് കനകരാജ് തന്നെയാണ് എന്ന രീതിയിലാണ് വാർത്ത കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ഒഫീഷ്യലി കൺഫർമേഷനോ മറ്റു കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. ഒരു വലിയ സ്ട്രോങ് റൂമേഴ്സ് ആണ്. സോ എന്തായാലും വിജയ് അടുത്ത പടം ചെയ്യും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും എനിക്കും പേഴ്സണലി ഇല്ല. പുള്ളിക്കാരൻ ഇപ്പോ ഈ പറയുന്ന പോലെ പുള്ളി സിനിമയിലൂടെയാണ് വന്നിട്ടുള്ളത്. സിനിമയിലൂടെ വന്ന് ആ സിനിമയാണ് അദ്ദേഹത്തിന് ഇത്രയും ജനപ്രീതി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഈവൻ അദ്ദേഹം നാളെ മത്സരിച്ച് ജയിച്ചാലും, അതല്ല മത്സരിക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്ന എത്ര സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, എത്ര വോട്ട് കിട്ടുന്നുണ്ടോ, അതൊക്കെ വിജയ് എന്നൊരൊറ്റ പേരിൽ കിട്ടിയിട്ടുള്ളതാണ്. അതല്ലാതെ മറ്റുള്ള രാഷ്ട്രീയക്കാരോട് വെറുപ്പുള്ളത് കൊണ്ടോ
അല്ലെങ്കിൽ ഇനി പുതിയൊരു ഏതൊരു പാർട്ടിയിൽ നിന്ന് അവരെ നോക്കട്ടെ എന്നുള്ള ഇതുകൊണ്ടൊന്നും കിട്ടുന്നതായിരിക്കില്ല. അതിന്റെ 99% വോട്ടും വിജയ് എന്ന് പറയുന്ന പേരിന് കൊണ്ട് മാത്രം, തലപതി എന്ന് പറയുന്ന നടന് കിട്ടിയിട്ടുള്ള ജനപ്രീതി കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. പ്ലസ് ഇവിടെ നടൻ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയേണ്ട ഒരു കാര്യം, വിജയ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം വ്യക്തിപരമായിട്ടും പല കാര്യങ്ങളിലും ഇലക്ഷനിൽ പ്രതിഷേധം ഉയർത്തിയിട്ടും, അതുപോലെ സൈക്കിൾ പോയിട്ടും, അതല്ലാതെ പല BJP പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് അതിനെ നേരിട്ട് സംസാരിച്ചിട്ടും, സിനിമയിലൂടെ അത് ഉൾപ്പെടുത്തിയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. സോ സിനിമയിലൂടെ കണ്ടിട്ടുള്ള നടൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക് വിജയ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹവും ഇതിനൊരു പ്രധാന കാരണമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഫാൻ പവർ എത്രമാത്രം വിജയിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഈവൻ അദ്ദേഹത്തിനേക്കാൾ വലിയ സ്റ്റാർ എന്ന ഒരാളെ നിങ്ങൾ അവകാശപ്പെട്ടാൽ പോലും അവർക്കൊക്കെ ഉള്ളതിനേക്കാൾ വലിയ ഫാൻ പവർ വിജയിക്കുന്നുണ്ട് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും മീറ്റിംഗും എല്ലാം. ജസ്റ്റ് ഒരു ഓഡിയോ ലോഞ്ച് കണ്ട പോലെ നമുക്കറിയാം. അത് സിനിമയെ കുറിച്ച് കാണാനല്ല, വിജയിനെ കാണാനാണ് ആൾക്കാർ അത്രയും വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത രീതിയിലുള്ള വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഓഡിയോ ലോഞ്ച് വരെയാണ് വിജയ് സിനിമകൾക്ക് നടക്കാറുള്ളത്. സോ തലവതി 70 ഹാപ്പനാണ്, നടക്കും, ചെയ്യും. 71 നടക്കും, അതിലൊരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിലേക്ക് പ്രത്യേകം ശ്രമിക്കും. താങ്ക് യു.